നമുക്ക് ഹോം മെയ്ഡായിട്ട് എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കിയാലോ? ഫസ്റ്റ് തന്നെ ഒരു ബൗളിൽ കുറച്ച് ഫെവിക്കോൾ എടുക്കുക. ഫെവിക്കോൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കാരണം ഫെവിക്കോൾ എത്രയാണ് എടുക്കുന്നത് അതേ അളവ് തന്നെയായിരിക്കണം കോൺഫ്ലവർ എടുക്കേണ്ടത്. അതായത് 1:1 എന്ന റേഷ്യോയിലായിരിക്കണം എടുക്കേണ്ടത്. ഈ ഒരു ക്ലേ ഞാൻ ഉണ്ടാക്കുന്നത് പല വീഡിയോസ് റെഫർ ചെയ്തിട്ടാണ്. അത് എത്രത്തോളം സക്സസ് ആയില്ലോ എന്നൊക്കെ ഫൈനൽ റിസൾട്ട് ആണ് എനിക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പഴയ പാനാണ്. പഴയ പാൻ തന്നെ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ കെമിക്കൽ യൂസ് ചെയ്തതുകൊണ്ട് പഴയ പാൻ തന്നെ ശ്രദ്ധിച്ചെടുക്കണം. ദെൻ ഇത് രണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സായ ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വിനാഗിരി ചേർക്കുന്നത് ക്ലേ ഒന്ന് കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ക്ലേ നമ്മൾ കുറച്ച് കാലം വെക്കുന്നതാണെങ്കിൽ വിനാഗിരി ചേർക്കുന്നത് നല്ലത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർക്കുന്ന സമയത്ത് കളർലെസ് ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, വൈറ്റ് പെയിൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. വൈറ്റ് പെയിൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുക്കിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ കളർ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് പെയിൻറ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം സ്റ്റവ് ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 3 to 5 മിനിറ്റ് ആകുന്നപ്പോഴത്തേക്ക് നമ്മളെ ക്ലേ നന്നായി സെറ്റാക്കി കിട്ടും. നന്നായി ഇളക്കി തന്നെ കൊടുക്കണേ. അപ്പോൾ ഇതേപോലെ ഒരു 3 to 5 മിനിറ്റ് ആകുന്ന സമയത്ത് നമ്മളെ ക്ലേ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പം കുറച്ച് ക്വാണ്ടിറ്റി എടുത്തത് കൊണ്ട് എനിക്ക് ഒരു 3 to 4 മിനിറ്റ് ആകുന്ന സമയത്തേക്ക് തന്നെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെ ക്ലേ ഒക്കെ നന്നായി ഒന്ന് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായി ബോഡി ലോഷൻ കയ്യിലാക്കിയ ശേഷം കുറച്ച് കോൺഫ്ലവർ പൊടി മിക്സ് ആക്കി ഈ ഒരു ക്ലേ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു 10 to 15 മിനിറ്റ് വരെ നമ്മൾ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കണം. അതിനുശേഷം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ സെറ്റാക്കിട്ടെ. അപ്പം നമ്മൾ ക്ലേ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ക്ലേനെ ഒരു പ്ലാസ്റ്റിക് കവറിൽ നന്നായി ഒന്ന് കെട്ടി വെക്കണം. പിന്നെ അതിനുശേഷം എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ ഇത് സൂക്ഷിച്ച് വെക്കണം. ശരിക്കും പറഞ്ഞാൽ 3 to 6 മന്ത് വരെ നമുക്ക് ഈ ക്ലേ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇനി നമ്മുടെ ക്ലേ വർക്കിംഗ് ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതിൽ നിന്ന് കുറച്ച് ക്ലേ എടുത്തിട്ട് ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. സംഭവം ശരിക്കും പറഞ്ഞത് നന്നായി സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രത്തോളം സക്സസ് ആവുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ലോണം സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്ലവറൊക്കെ ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനൊന്ന് കളറടിച്ച് കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ഇവിടെ നല്ല സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.